അതൊക്കെ ഒരു രക്ഷയില്ല. അവർ തമ്മിലുള്ള കോംബോ നന്നായിരുന്നു. ഇറ്റ്സ് എ സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ അവസാനം വരെ വടിവേലും ഫഹദ് ഫാസിലുമായിട്ടുള്ള വെരി ഗുഡ്, നല്ല പടം, വർത്ത് വാച്ചിങ്. ഇത്തിരി സ്ലോ ആണ്, പക്ഷേ ടുവേർഡ്സ് എൻഡ് പൊളിയാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതൊക്കെ കണ്ട് ഷുഡ് നോട്ട് സ്പോയിൽ ഇറ്റ്. നല്ല പടമാണ്. എത്തരത്തിലുള്ളൊരു പടമാണ്? എങ്ങനെ ആക്ഷനാണ്, ഇമോഷനാണ്, അങ്ങനെയാണ്? എല്ലാം ഉണ്ട്, പക്ഷേ ആക്ഷൻ ഓൾസോ ഇസ് ദെയർ. യാ പൊളിറ്റിക്സ് കാര്യങ്ങൾ നോ 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 നോ. ഇത് പ്യൂർ നോട്ട് ത്രില്ലർ. നല്ല പടമാണ്. ഇത്തിരി ബിഗിനിങ്ങിൽ ഇത്തിരി ഇങ്ങനെ സ്ലോ ആണ്, പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇറ്റ് ജസ്റ്റ് പിക്സ് അപ്പ് ദ ഫേസ്. നല്ല പടം, വെരി ഗുഡ്. നല്ല മെസ്സേജ് ഉള്ള പടമാണ്, നല്ലൊരു പടമാണ്. ക്ലൈമാക്സ് ഒരു ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഒരു സ്ലോ പേസ് ആണ്. അത് കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ബ്ലോക്ക് പോലെ നല്ല പടമാണ്. അല്ല, അതൊരു മെസ്സേജ് ടൈപ്പ് അങ്ങനത്തെ ഒരു നല്ലൊരു മൂവിയാണ്. നമ്മൾ മറ്റൊരു വേറെ ടൈപ്പ് ഒരു പടമല്ല. ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫും നന്നായി വന്നിട്ടുണ്ട് പടം. അതൊക്കെ ഒരു രക്ഷയില്ല. അവർ തമ്മിലുള്ള കോംബോ നന്നായിരുന്നു. നല്ല രസമുള്ള പടം. ക്ലൈമാക്സും വേറെ ലെവലാണ്. രസമുണ്ട് വേണം. കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. കണ്ടൻ്റൊക്കെ നന്നായിട്ടുണ്ട്. അവർ തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളിപ്പോൾ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. സൂപ്പർ പടം, കാണേണ്ട പടമാണ്. ഭയങ്കര വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ തമിഴൊക്കെ ഭയങ്കര ഇത്രയും നാച്ചുറലായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് അതിൻ്റെ സെക്കൻഡ് ഹാഫ് സിനിമ കണ്ടാലേ ഉള്ളൂ. ഇറ്റ്സ് എ സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ അവസാനം വരെ വടിവേലും ഫഹദ് ഫാസിലുമായിട്ടുള്ള കെമിസ്ട്രിയൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഒന്നും വിചാരിക്കാണ്ട് വന്നാൽ, ബട്ട് വെരി നൈസ് മൂവി. ലൈക്ക് ഇമോഷണൽ, അതായത് കോമഡി ഉണ്ട്, ഇമോഷനുണ്ട്, സസ്പെൻസ് ഉണ്ട്. അടുത്ത കാലത്തായിട്ട് ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളൊരു നല്ല മൂവിയാണ്. താങ്ക് യു. നല്ല മൂവിയായിരുന്നു. ഫാഫ ഇവരെ കോമ്പിനേഷൻ, വടിയൊരു കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. സ്ലോ പേസാണ്. ഒരു ഇൻ്റർവ്യൂടെ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം പടം ഏതാണ് വൈബ്, എന്താണ് സംഭവം ഉള്ളത്. അത്യാവശ്യം ത്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ലോ പേസ് ആയിട്ടുള്ളൊരു ത്രില്ലർ പടം. സംഭവം ഇരിക്കും എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അല്ല, അങ്ങനത്തെ അത് കുറച്ചുകൂടി ഇമോഷണൽ സാധനമായിരുന്നു. പൊളിറ്റിക്കൽ പടമാണ്. ഇതിന്റെ ജോണർ ഏതായിരിക്കും വരിക? എനിക്ക് ത്രില്ലായിട്ട് തോന്നിയത്. പൊളിറ്റിക്കൽ പടമായിട്ട് തോന്നിയില്ല, ത്രില്ലായിട്ട് തോന്നിയത്. ഒരു നമ്മൾ ഓൾറെഡി കഥ കുറച്ചുകൂടി കേട്ടാണ്, പക്ഷേങ്കിലും എടുത്ത് വെച്ച രീതി രസമുണ്ടായിരുന്നു. പിന്നെ ഇവരെ കോംബോ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫാഫേൻ്റെ ഒരു നമ്മൾ അതിനകത്ത് ഓപ്പോസിറ്റ് ടീമായിട്ട് കണ്ടിരുന്നത്. അതിനകത്തൊരു സെയിം ടീമായിട്ട് കാണുമ്പോൾ പിന്നെ ഒരു തമാശ വൈബ് ഉള്ള രസം. പിന്നെ ഫാഫയുടെ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വേട്ടയാനിലെ പോലെ ഒരു സിമിലർ ഷെയ്ഡുള്ള ക്യാരക്ടർ തോന്നി. ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ലൊരു ട്രീറ്റാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കഥകളൊക്കെയാണ്, ഒരു പുതുമയായിട്ടൊന്നും പറയാനില്ല, പക്ഷേ എന്നാലും നല്ല ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഫഹദ് നമ്മൾ കണ്ടിട്ടുള്ള ഫഹദ് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഫഹദ് 90 നിൽക്കുന്ന ഇറങ്ങി വന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇൻട്രോയിൽ വരെ ഫഹദിൻ്റെ ഒരു അടിപൊളി, ഇൻട്രോയിൽ കഴിഞ്ഞ് വടിവേലിൻ്റെ അടിപൊളി. സസ്പെൻസ് ആണ് അവസാനത്തെ ക്ലൈമാക്സ് സസ്പെൻസ് ആണ്, അതുകൊണ്ട് പറയുന്നില്ല. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കൺട്രോൾ ഇത് വെച്ചാൽ നമ്മൾ ഒത്തിരി കൺട്രോളുള്ളതല്ലേ, പിള്ളേരെ പിടിക്കുന്ന അങ്ങനെയുള്ളൊരു ഇത് കിട്ടൊക്കെയാണ് പടം പോകുന്നത് കേട്ടോ. നന്നായിട്ടൊരു കുഴപ്പമില്ല.